ഞാൻ പറഞ്ഞ സത്യം. ഞാനിത് വിശ്വസിക്കണമെങ്കിൽ അമ്മയുടെ തല തൊട്ട് നീ സത്യം ചെയ്യണം. എങ്കിലും ഞാനിത് വിശ്വസിക്കത്തുള്ളൂ. ഞാൻ ചോദിച്ചു നോക്കട്ടെ. അച്ഛാ, ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ അച്ഛന്റെ സൈൻ വേണം. അച്ഛൻ നോക്കട്ടെ. ആഹാ, ഇംഗ്ലീഷിന് ഫുൾ മാർക്കുണ്ടല്ലോ. ആ, മാത്സിന് ഫുൾ മാർക്കുണ്ട്. എന്താ 2 മാർക്ക് കുറഞ്ഞു പോയേ? മോള് നല്ലപോലെ പഠിച്ചില്ലായിരുന്നോ? അതോ 2 മാർക്ക് ടീച്ചറുണ്ട്? ഫുൾ മാർക്ക് വാങ്ങിയിരുന്നെങ്കിൽ അച്ഛനൊരു ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഫുൾ മാർക്ക് ഇല്ലല്ലോ, അപ്പൊ പിന്നെ ഗിഫ്റ്റ് എന്തിനാ? 2 മാർക്ക് കുറഞ്ഞു പോയതുകൊണ്ട് പ്രോമിസ് ചെയ്ത ഗിഫ്റ്റ് അച്ഛൻ തരില്ലേ? അച്ഛന്റെ ഗൗരിക്കുട്ടിക്ക് ഗിഫ്റ്റ് അച്ഛൻ വാങ്ങിച്ചു തരും. ടീച്ചർ കൊണ്ടുപോയ 2 മാർക്കേ അടുത്ത തവണ വാങ്ങിച്ച് തിരിച്ചിങ്ങോട്ടുന്നാ മതി. ഓക്കെ? താങ്ക് യു അച്ഛാ. നാളെ ഒരു ദിവസം ഗൂഗിളല്ല തൻ്റെ അച്ഛനെന്ന് ഗൗരിമോൾ അറിയുമ്പോൾ ഈശ്വര, എനിക്കത് ഓർക്കാൻ കൂടി പറ്റുന്നില്ല. സ്വന്തം മോളായി കരുതി ഇത്രയും കാലം എൻ്റെ മോളെ സ്നേഹിച്ച ഗൂഗിളിൻ്റെ അടുത്തുനിന്ന് ഞാൻ എങ്ങനെ മോളെ പറിച്ചെടുത്തു കൊണ്ടുപോകും? ഒപ്പിടാം. താങ്ക് യു അച്ഛാ. ഇനി എനിക്ക് ഗിഫ്റ്റ് വാങ്ങി തരില്ലേ? പിന്നെ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ ഞാൻ വിളിച്ചോളാം. ആ, ഞാൻ വിളിക്കാം. ശരി എന്നാ. എന്തു പറ്റി? എന്താ പ്രശ്നം? ഓരോ ദിവസം കഴിയും തോറും എന്റെ പേടി കൂടിക്കൂടി വരിക രാജീവ്. ഇപ്പൊ എന്റെ മോളും ഗോകുലും തന്നെ എന്റെ പ്രശ്നം. മനസ്സിലായില്ല. അവരച്ഛനും മോളും തമ്മിലുള്ള സ്നേഹം രാജീവിന് അറിയാവുന്നല്ലേ? അതെ, അതിനെന്താ പ്രശ്നം? അവർക്ക് തമ്മിൽ പരസ്പരം പിരിയാൻ പറ്റില്ല. എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയെന്ന് ഒരു ദിവസം എല്ലാവരും അറിയിക്കേണ്ടി വരും. അന്ന് എനിക്ക് എന്റെ മോളെയും കൂട്ടി ഇവിടുന്ന് സച്ചിയുടെ അടുത്തേക്ക് പോയേ പറ്റൂ. വളർത്തച്ഛനായിട്ടല്ല, സ്വന്തം അച്ഛനായിട്ടാ ഗോകുൽ അവളെ സ്നേഹിക്കുന്ന. പിന്നെ എങ്ങനെ ഗോകുലിൽ നിന്ന് ഞാൻ അവളെ അടർത്തി മാറ്റും? അർച്ചന വിചാരിക്കുന്നത് ഗൗരി സ്വന്തം മോള് തന്നെയാണെന്നാ. ഭാര്യയും കുഞ്ഞിനെയും കാണാതായിട്ട് അന്ന് കംപ്ലൈന്റ് കൊടുത്തില്ലായിരുന്നോ? കൊടുത്തിരുന്നു സർ. ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി. പക്ഷേ ഒരിടത്തും കണ്ടെത്താൻ സാധിച്ചില്ല. വെള്ളത്തിൽ വരച്ച ഒരു വര പോലെ അവൾ മാഞ്ഞുപോയി. അന്ന് അർച്ചന ഇറങ്ങിപ്പോയെന്ന് സച്ചി പറഞ്ഞത് അവളുടെ കുഞ്ഞിനെയും കൊണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞ് എവിടെയിരിക്കും? ഗൗരി ഗോകുലിന്റെയും ഇസബല്ലയുടെയും മകളാണെന്ന് അർച്ചന തിരിച്ചറിഞ്ഞാൽ പിന്നെ ഇവിടെയുള്ളവരെല്ലാവരും അർച്ചനയുടെ കുഞ്ഞ് എവിടെയാണെന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി പറയേണ്ടി വരും. ഞാൻ എന്ത് ചെയ്യും രാജീവ്? ശരിയാവും, എല്ലാം ശരിയാവും.
മോനെ, ആരതിമോളെ കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടി നീ ഇത്രയും വലിയൊരു കള്ളത്തരം എന്നോട് പറയണായിരുന്നു. എന്റെ അച്ഛമോള് ജീവനോട് ഇരിപ്പുണ്ടെന്ന് നീ എന്നോട് കള്ളം പറഞ്ഞതല്ലേ? അല്ല, ഞാൻ പറഞ്ഞ സത്യം. ഞാനിത് വിശ്വസിക്കണമെങ്കിൽ അമ്മയുടെ തല തൊട്ട് നീ സത്യം ചെയ്യണം. എങ്കിലും ഞാനിത് വിശ്വസിക്കത്തുള്ളൂ. സത്യം, അമ്മയുടെ അച്ഛനോട് ജീവിച്ചിരിപ്പുണ്ട്. അമ്മേ, വെള്ളം ഉണ്ടാക്കരുത്. നെഞ്ചിനുള്ളിൽ ഈ സത്യം ഒളിപ്പിച്ച് നിങ്ങളുടെയൊക്കെ മുമ്പിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസങ്ങളായെന്നറിയാമോ? ഇനി ഭാരം കൊണ്ട് നടക്കാൻ എനിക്ക് വയ്യ. പക്ഷെ നമ്മളല്ലാതെ വേറെ ആരും ഇത് അറിയാനും പാടില്ല. എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എത്ര വർഷമേടാ നമ്മളെല്ലാരും അവക്ക് വേണ്ടി തീ തിന്നാൻ തുടങ്ങിയിട്ട്. അല്ലേ, സത്യം പറഞ്ഞിട്ട് നീ എന്താണ് ഇതുവരെ ഞങ്ങളോട് പറിച്ചു വെച്ചത്? എവിടെയാ എന്റെ കുഞ്ഞുള്ളത്? നീ എന്താണ് പിന്നെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാത്തത്? എനിക്കെന്റെ കുഞ്ഞിനെ കാണണം. എനിക്കെന്റെ കുഞ്ഞിനെ കാണണോടാ. അമ്മേ, ഇപ്പൊ അമ്മ അവളെ കൊണ്ടുപോയി കാണിക്കാൻ പറ്റത്തില്ല. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങള് താങ്ങാനുള്ള കരുത്ത് അമ്മയ്ക്ക് ഉണ്ടാവണം. അമ്മ വിചാരിക്കുന്ന പോലൊരു സാഹചര്യത്തിലല്ല അവളിപ്പോ ഉള്ളത്. എന്താ? അവളിപ്പോ മറ്റൊരു പേരിൽ, മറ്റൊരു കുടുംബത്തിൽ, മറ്റൊരാളുടെ ഭാര്യയായിട്ടാ ജീവിക്കുന്നത്. ഈശ്വര,